എക്സാലോജിക്ക കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് കമ്പനി നിയമം 210 പ്രകാരം ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അതിൽ ഒരു വിധിയുണ്ടായി. അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ 3 അംഗങ്ങളെ ചുമതലപ്പെടുത്തി. ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ കമ്പനി നിയമം 212 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ചോദിച്ചു. അടുത്ത മാസം 12-ാം തീയതിയാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വരേണ്ടുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു 6 അംഗ ടീമിനെ വീണ്ടും വെക്കുകയാണ്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു 3 അംഗ ടീം ഇപ്പം അന്വേഷിക്കുകയാണ്. അതിനു പുറമെ അതേ മന്ത്രാലയം ഒരു 6 അംഗ ടീമിനെ വെച്ചിട്ട് അന്വേഷണം വീണ്ടും നടത്തുകയാണ്. എന്താണ് കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ പരിഹാസ്യമായിട്ടുള്ള ഒരു തെളിവാണിപ്പോൾ കാണുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ 12-ാം തീയതി അടുത്ത മാസം 12-ാം തീയതി ഹിയറിങ്ങിന് വെച്ച ഒരു കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 212 ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത് മനസ്സിലാക്കാൻ പറ്റൂ. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് എക്സാലോജിക്ക കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3 അംഗ ഇൻവെസ്റ്റിഗേഷൻ ടീം കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു 6 അംഗ ടീമിനെ വെച്ച് അത് 8 മാസം കാലാവധി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തമാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഉള്ളി പൊളിച്ചതുപോലെയാണ്. എന്താണ് ഇതിലുള്ളത്? ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതിയിൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. വിജിലൻസ് കോടതി അത് തള്ളി. അതിനെതിരായി ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ കിടക്കുകയാണ്. ആ കേസ് അവിടെ നിലനിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരായി ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ, ഒരു റിവിഷൻ പെറ്റീഷൻ നിലനിൽക്കുമ്പോൾ കമ്പനി നിയമപ്രകാരം ഒരാൾ കേസ് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇതിൽ ഫ്രോഡില്ല, ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഒരു 6 അംഗ കമ്മീഷനെ ഇപ്പം വെച്ചിട്ടുള്ളത്? മാത്രവുമല്ല, ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആരംഭം കുറിക്കുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ വന്നൊരു കേസുമായി ബന്ധപ്പെട്ടാണല്ലോ. കേസിലൊരു പരാതി കൊച്ചിൻ മിനറൽസ് റൂട്ടെയിൽ ലിമിറ്റഡ് CMRLൻ്റെ. ആ CMRLൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് കൃത്യമായി പറഞ്ഞു, ഇതിൽ പ്രോസിക്യൂഷൻ എടുക്കേണ്ടതില്ല, പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി CMRL ഉണ്ട് എന്ന്. അവർ കൊടുത്ത റിട്ടേൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഇൻകം ടാക്സ് എക്സംഷൻ
70% അവരുടെ ക്ലെയിമിൻ്റെ 70% ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു, അതുകൊണ്ട് ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല. പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക. അതിൽ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി CMRL കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ CMRL കമ്പനിക്കെതിരായി ഇപ്പോൾ പ്രോസിക്യൂഷൻ എടുക്കണം, എക്സാലോജിക്കെതിരായി പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറയുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങളെങ്ങനെ വേട്ടയാടിയാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതികൂല വിധി പിണറായിക്കോ പിണറായിയുടെ കുടുംബത്തിനോ എതിരായി ഒരാൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തിൽ നിയമവ്യവസ്ഥയില്ലേ, ഇത്രയും പരിഹാസ്യമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?